ഹായ് ഓൾ, ഞാൻ ഡോക്ടർ അസ്ലക്ക്. 2018 കാലഘട്ടം നിങ്ങളൊക്കെ പോലെ നീറ്റിൻ്റെ കൗൺസിലിംഗ് ഞാനും അന്ന് കാത്തിരിക്കുകയാണ്. ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ട് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ദിവസം എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. എൻ്റെ റാങ്ക് അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല. എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് ഒരു 11,000 റേഞ്ചിലൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ എവിടെയെങ്കിലുള്ളൊരു കോളേജിലായിരിക്കും എനിക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് അന്നത്തെ ലാസ്റ്റ് റാങ്കുകൾ കലക്കി കുടിച്ചിരിക്കുന്ന എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാനതിന് കാത്തിരിക്കുകയാണ്. ഒരു ഉച്ചയൊക്കെ ആയ സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നു, ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞാനാണെങ്കിൽ അന്ന് കേരളത്തിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഇല്ലാത്ത പൈസ കടമൊക്കെ മേടിച്ച് ഫീസ് അടച്ച് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റ് കിട്ടിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. കാരണം ഓൾ ഇന്ത്യയിൽ സീറ്റ് കിട്ടുമ്പോൾ ഞാൻ ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അടച്ച ഫീസ് എനിക്ക് റീഫണ്ട് കിട്ടും. അല്ലാതെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ 6.5 ലക്ഷം രൂപ 2018 കാലഘട്ടത്തിൽ കൊടുക്കാനുള്ളൊരു ഫിനാൻഷ്യൽ ഭദ്രതയൊന്നും എൻ്റെ ഫാമിലിക്ക് അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫാമിലിയെ വലിയൊരു കടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള എൻ്റെ മാർഗ്ഗമായിരുന്നു ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ട്. ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് റിസൾട്ട് വരുന്നു. അപ്പോൾ നമുക്കറിയാം, ആദ്യം എന്താ വരിക, നമുക്കൊരു മെയിൽ വരും, നമുക്ക് നീറ്റിൻ്റെ എങ്ങനെ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓടിപ്പോയി നോക്കുന്നു, യു ഹാവ് ബീൻ അലോട്ടഡ് എ സീറ്റ് എന്ന് മെയിലിൽ കാണുന്നു. ഭയങ്കര സന്തോഷം. തുറന്നു നോക്കിയപ്പോൾ ഒരു BDS കോളേജ്. ഞാനാണ് ഓപ്ഷൻ കൊടുത്തത്, വേറെ ഒരാളും എൻ്റെ ഓപ്ഷൻ കൊടുക്കലിന് ഭാഗമായിട്ടില്ല. അതായത് ഇപ്പോൾ അക്ഷയയിൽ പോയി ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ തന്നെ കൊടുത്തില്ല, ഞാൻ തന്നെ കൊടുത്തത്. BDS എങ്ങനെ വന്നു? ഞാൻ ആകെ ഞെട്ടി. ഓൾ ഇന്ത്യ റൗണ്ടിൽ നമ്മൾ ലോക്ക് ചെയ്ത ചോയ്സുകൾ അന്ന് മെഡിക്കൽ MCA ആയിരുന്നു, മെഡിക്കൽ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരുന്നു. അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവർ അയച്ചു തന്ന വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ എൻ്റെ 21 or 22 ഓപ്ഷനിൽ ഞാൻ അറിയാതെ ഒരു BDS വെച്ച് പോയിട്ടുണ്ട്. അതോടെ എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയാണ്. അന്ന് ഞാൻ വരുത്തിയ ആ ഒരു മിസ്റ്റേക്ക് കാരണം എനിക്ക് ഓൾ ഇന്ത്യയിലെ സീറ്റ് നഷ്ടപ്പെടുകയാണ്. അവിടെ എനിക്ക് പോയി ചേരാനും പറ്റുന്നില്ല, സെക്യൂരിറ്റി ഡെപ്പോസിറ്റും നഷ്ടപ്പെടുകയാണ്. ഈ ഒരു പ്രശ്നം ഇനി നിങ്ങൾക്കാർക്കും പറ്റരുത്. അതിനുശേഷം എന്ത് സംഭവിച്ചു ഞാനിപ്പോൾ പറയുന്നില്ല. എൻ്റെ നീറ്റ് സ്റ്റോറി നമ്മുടെ ഈ ചാനൽ തന്നെ, നീറ്റിൻ്റെ ചാനൽ തന്നെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, ഫ്രീ ഉള്ളവർ കണ്ടാൽ മതി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ആസ് എ ഡോക്ടർ നിങ്ങളോട് നീറ്റിൻ്റെ കൗൺസിലിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അതായത് നിങ്ങൾ ഇനി എന്തിലൂടെയാണോ കടന്നു പോകാൻ പോകുന്നത്, അതിലൂടെ കടന്നു പോയ ഒരാളെന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതിനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പോൾ മക്കളെ, 2024 നീറ്റിൻ്റെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതിന് നിങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ കയ്യിലൊരു ലാപ്പ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ മൊബൈലിൽ പോലും പല സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ലാപ്പാണ് ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങളൊരു കഫേയിൽ പോയിട്ട് നിങ്ങൾ ചെയ്യാം. ഒരു കഫേയിലെ ആളെ കൊണ്ടോ അല്ലെങ്കിൽ അക്ഷയയിലെ ഒരാളെ കൊണ്ടോ അല്ല നിങ്ങളിതൊന്നും ചെയ്യിപ്പിക്കേണ്ടത്. നിങ്ങളാണ് ഇതെല്ലാം സ്വയം ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ ഞാൻ കടക്കാം. ഇന്ന് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഓൾ ഇന്ത്യ റൗണ്ടിനെ കുറിച്ച്. ഇനി തുടർന്ന് വരുന്ന സമയത്ത് നമ്മൾ കേരളത്തെക്കുറിച്ച് പറയും, അതേപോലെ എയിംസിനെ കുറിച്ച് പറയും, ഡോക്യുമെൻസിനെ കുറിച്ച് പറയും, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ്, ഏതൊക്കെ വെബ്സൈറ്റാണ് മക്കളെ നമ്മൾ കാണേണ്ടത് നമുക്ക് നോക്കിയാലോ. ഇവിടെ 4 വെബ്സൈറ്റുകൾ ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ നീറ്റിൻ്റെ എക്സാം നടത്തിയ ആളുകളാണ് ആര്? നമ്മുടെ NTA എന്ന് പറയുന്ന വെബ്സൈറ്റ് അല്ലേ. അതേപോലെ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ കിട്ടുമ്പോൾ ഫസ്റ്റ് ഇയർ MBBS 2024 MBBSൻ്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് എപ്പോൾ തുടങ്ങണം എന്ന് തീരുമാനിക്കുന്ന NMC ആണ്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് അഡ്മിഷൻ നടത്തുന്നത്. MCC ആണ് ഓൾ ഇന്ത്യ റേഞ്ചിൽ അഡ്മിഷൻ നടത്തുന്നത്. കേരളത്തിൽ അഡ്മിഷൻ നടത്തുന്ന ആരാണ്? നമ്മുടെ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ കീമിൻ്റെ ബേസിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്? ഈ കാണുന്ന 4 വെബ്സൈറ്റ്. ഒന്ന് MCC. നിങ്ങൾ വെറുതെ ഗൂഗിളിൽ MCC എന്ന് അടിച്ചാൽ തന്നെ ഇത് വരും, മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി. അതിൽ UG മെഡിക്കൽ എടുത്താൽ നിങ്ങൾക്ക് കാണാം. അതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കഴിഞ്ഞ വർഷമാണ് ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുള്ളത്. വേറെ ഒന്നും ഈ മൊമെൻ്റ് വരെ, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 18-ാം തീയതിയാണ്, നീറ്റിൻ്റെ കേസ് നടക്കുന്ന സമയത്ത് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. നോക്കൂ, താഴോട്ട് പോകുമ്പോൾ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കഴിഞ്ഞ വർഷത്തെ ഇത് കാണാം, നീറ്റിൻ്റെ കൗൺസിലിംഗ് ഷെഡ്യൂൾ കണ്ടോ. ഇത് കഴിഞ്ഞ വർഷത്തെ ഷെഡ്യൂളാണ്. തുടങ്ങുന്നു രജിസ്ട്രേഷൻ, റിസൾട്ടൊക്കെ വരുന്നത് കഴിഞ്ഞ വർഷത്തെ ഷെഡ്യൂളാണ്. ഈ വർഷത്തെ ഒന്നും നമുക്ക് എന്തില്ല, കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി കേരളത്തിലേക്കാണെങ്കിലോ അത് തീരുമാനിക്കുന്നത് ഇവിടെയാണ് കേരളത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ കുറച്ചത്തെ കാൻഡിഡേറ്റ് പോർട്ടൽ കാണാം. ഇനി നമ്മുടെ ന്യൂസും കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ഇവിടെ വരാൻ പോകുന്നത്. ഇനി ഇത് NMCൻ്റെ വെബ്സൈറ്റാണ്. ഇവരും ഒരു ഷെഡ്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തോട്ട് വിടുന്നുണ്ട്. പിന്നെ നമുക്കറിയാം NTA, നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നമ്മുടെ നീറ്റിൻ്റെ എക്സാമൊക്കെ നടത്തിയത്. ഓക്കെ, ഈ 4 വെബ്സൈറ്റുകൾ NTA,
NMC, കീം, അതേപോലെ നമ്മുടെ MCC. ഇത് 3 മക്കളെ. ഈ 4 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെബ്സൈറ്റുകൾ. എപ്പോഴും നിങ്ങൾ ആ വെബ്സൈറ്റുകൾ ശ്രദ്ധിക്കുക, അതിനെന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അതാണ് നിങ്ങളുടെ ഒരു ചുമതല. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ ഓൾ ഇന്ത്യയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓൾ ഇന്ത്യ റേഞ്ചിൽ എല്ലാവർക്കും ഇപ്പോൾ കയ്യിൽ ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ട്. ശരിയല്ലേ മക്കളെ? ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ട്, ശരിയല്ലേ? അതിലിപ്പോൾ ഓൾ ഇന്ത്യയിൽ കേരളത്തിലുള്ള കുട്ടിയുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടിയുണ്ട്, കേരളത്തിലെ കുട്ടിയുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടിയുണ്ട്, ഗുജറാത്തിൽ നിന്നുള്ള കുട്ടിയുണ്ട്, അങ്ങനെ മഹാരാഷ്ട്ര പല സ്ഥലത്തുള്ള കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ കുട്ടികളൊക്കെ നിൽക്കുന്നത് ഓൾ ഇന്ത്യ റാങ്കിലാണ്. ഇതിൽ നിന്ന് റെസ്പെക്റ്റീവ് സ്റ്റേറ്റിലെ കുട്ടികളെ മാത്രം എടുത്തുകൊണ്ട് എന്തുണ്ടാകും? പല സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കണം. സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ കേരളത്തിൻ്റെ റാങ്ക് ലിസ്റ്റ്, തമിഴ്നാടിൻ്റെ റാങ്ക് ലിസ്റ്റ്, ഇങ്ങനെ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കും. ആ പ്രക്രിയ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല, കാരണം നീറ്റിൻ്റെ കുറേ കാര്യങ്ങൾ ഫൈനലൈസ് ആവാനുണ്ട്. കോടതി വിധി വരുന്നതോടെ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യപ്പെടും? പുറത്തോട്ട് വരും. കേരളത്തിലെ റാങ്ക് ലിസ്റ്റ് പുറത്തോട്ട് വരും. ഇപ്പോൾ കീമിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് കിട്ടും. നമ്മുടെ കഴിഞ്ഞ വർഷം കേരളത്തിലെ റാങ്ക് ലിസ്റ്റ് കിട്ടും നമുക്ക്. അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. ഈ വർഷത്തെ നിങ്ങളുടെ കേരള റാങ്കും കഴിഞ്ഞ വർഷത്തെ കേരള റാങ്കും വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. ഒരു കറക്റ്റ് പിക്ചർ കിട്ടും. അതുവരെ യൂട്യൂബിൽ കളിക്കുന്ന എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. റാങ്ക് വരുന്ന സമയം തൊട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇന്ത്യയിലുള്ള ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുന്ന കാര്യമാണ് MCC കൈകാര്യം ചെയ്യുന്നത്. അതായത് എന്തൊക്കെയാണ് ഓൾ ഇന്ത്യ അഡ്മിഷനിലൂടെ നമുക്ക് സാധ്യത എന്ന് പറഞ്ഞാൽ അത് ഇതൊക്കെയാണ്. ഇന്ത്യയിലെ എല്ലാ എയിംസിലും നമുക്ക് പഠിക്കണമെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ അപ്ലൈ ചെയ്യണം. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കണമെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ അപ്ലൈ ചെയ്യണം. ഡൽഹി യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ വരുന്ന ഇതിൽ പഠിക്കണമെങ്കിൽ ഓൾ ഇന്ത്യയിൽ കൊടുക്കണം. ജിപ്മർ, FMCക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. ഗവൺമെൻറ് കോളേജുകൾ, കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ ഒരു ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് വിചാരിക്കാം. അവിടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എങ്ങനെ? ഓരോ കോളേജിലെയും, ഉദാഹരണത്തിന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 100 സീറ്റാണെന്ന് വിചാരിക്കുക. അതിൽ 15 സീറ്റ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ കുട്ടിക്കും എലിജിബിളാണ്. അതാണ് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്. ഈ 85 സ്റ്റേറ്റ് കോട്ടയാണ്. സ്റ്റേറ്റ് കോട്ടയിൽ ഈ കേരളത്തിൽ ഇപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയില്ലേ, അതിലുള്ളവർക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. കേരളത്തിൽ പഠിച്ചവർക്ക് ഈ 15% ആർക്കുമാകാം. അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള നല്ല മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെയുള്ള ഓപ്പർച്യൂണിറ്റി 15%. അല്ലെങ്കിൽ ആ കോളേജിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഡൊമിസൈലോ നേറ്റിവിറ്റി ഒക്കെ ഉണ്ടാവണം, നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഈ 15% ആണ് നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിലൂടെ കിട്ടാൻ ശ്രമിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കണം. പിന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, വലിയ ഉയർന്ന ഫീസൊക്കെയുള്ള പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെയൊക്കെ പഠിക്കണമെങ്കിലും ഓൾ ഇന്ത്യ കോട്ടയിൽ തന്നെ ചെയ്യണം. ESI കോട്ടയിലുള്ള കോളേജുകൾക്കും ഓൾ ഇന്ത്യ കോട്ടയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇത്രയും സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, എയിംസിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ജിപ്മറിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം മൗലാന ആസാദ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ കൊടുക്കണം. ഇനി എന്താണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്? ഇത് രീതി പറയുകയാണെങ്കിൽ യൂഷ്വലി 4 റൗണ്ടാണ്. റൗണ്ട് 1 ഉണ്ടാവും, 2 ഉണ്ടാവും, ഒരു മോപ്പപ്പ് റൗണ്ട് ഉണ്ടാവും, ഒരു സ്ട്രേ വേക്കൻസി റൗണ്ട് ഉണ്ടാവും. ഈ 4 റൗണ്ടുകൾ എങ്ങനെയാണ് രീതിയിൽ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഒരു ബേസിക് ഐഡിയ മാത്രമേ തരുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ റൗണ്ട് 1 നടക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് റൗണ്ട് 1 നടക്കും. ഇവിടെ റൗണ്ട് 2 നടക്കുമ്പോൾ അത് കഴിയുമ്പോൾ കേരളത്തിൻ്റെ സ്റ്റേറ്റ് റൗണ്ട് 2 നടക്കും. ഇവിടെ നടക്കുമ്പോൾ ഇങ്ങനെ റൗണ്ട് 3, അങ്ങനെ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ബേസിക് ഐഡിയ മാത്രം നിങ്ങൾക്ക് തരാണ്. ഒരുപാട് പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇങ്ങോട്ട് നോക്കൂ, എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ്? നിങ്ങൾ ആദ്യം പോയി രജിസ്റ്റർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഫീ അടയ്ക്കണം. പിന്നെ നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യണം. നിങ്ങൾക്ക് കോളേജ് കിട്ടും. ഇതാണ് സംഭവം. അപ്പോൾ എന്താ രജിസ്ട്രേഷൻ? നിങ്ങൾ MCCയുടെ വെബ്സൈറ്റിൽ പോവുക. ഇവിടെ പോയി നമ്മുടെ MCCയുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ രജിസ്ട്രേഷൻ കാണാം നിങ്ങൾക്ക്. ഇതാ ന്യൂ രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ് ആക്ടിവിറ്റി ബോർഡ്. ഇവിടെ പുതിയത് വരും, 2024 കാര്യങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്? കഴിഞ്ഞ വർഷത്തെ ഫീസാണ്. അതായത് നിങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലാത്ത, അത് ഞാനിപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് അഡ്മിഷൻ ഞാൻ നോക്കുന്നില്ല. അവിടെ ഭയങ്കര ഫീസ്, 20 ലക്ഷമൊക്കെ ഫീസുണ്ട്. അപ്പോൾ എനിക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ ഞാൻ നോക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ എത്ര പൈസ കൊടുക്കണം? നിങ്ങൾക്ക് കാറ്റഗറി റിസർവേഷൻ ഒന്നും ഇല്ലെങ്കിൽ 1000 രൂപ എന്ത് കൊടുക്കണം? നമ്മളിതിൻ്റെ ഭാഗമാകുന്നതിന് കൊടുക്കണം. ആ പൈസ തിരിച്ച് കിട്ടത്തില്ല. നമ്മൾ രജിസ്ട്രേഷൻ ഫീസൊക്കെ കൊടുക്കില്ല പല സ്ഥലത്തും, അത് തിരിച്ച് കിട്ടാറില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് മുമ്പ് രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കില്ല. അതേപോലെ അതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഫീസ്, തിരിച്ച് കിട്ടത്തില്ല. അത് 1000 രൂപയാണ്.
കാറ്റഗറി റിസർവേഷൻ ഒന്നും ഇല്ലാത്തവർക്ക്, റിസർവേഷൻ ഉള്ളവർക്ക് അത് 500 രൂപയാണ്. ഇനി തിരിച്ച് കിട്ടുന്ന ഒരു പൈസയുണ്ട്. സീറ്റ് കിട്ടിയിട്ട് വെറുതെ ആ സീറ്റ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ബാക്കി ഒരാളുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്. അത് 10,000 രൂപയാണ്. കാറ്റഗറി റിസർവേഷൻ ഉള്ളവർക്ക് അത് 5,000 രൂപയാണ്. അപ്പോൾ നിങ്ങളൊരു OBC കാറ്റഗറി അല്ലെങ്കിൽ ഒരു SC ST കാറ്റഗറിപ്പെട്ട കുട്ടിയാണെങ്കിൽ 5,500 രൂപ നിങ്ങൾ കൊടുക്കണം. അതിൽ 500 രൂപ തിരിച്ച് കിട്ടത്തില്ല, 5,000 രൂപ തിരിച്ച് കിട്ടും. ഇനി നിങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റിയും കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ സാറേ ഞങ്ങളിത് എല്ലാം അടയ്ക്കണോ? വേണ്ട, ഏറ്റവും ഉയർന്ന ഫീസ് മാത്രം അടച്ചാൽ മതി. ഡീംഡിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 5,000 രൂപയാണ് കൗൺസിലിംഗ് ഫീസ്, തിരിച്ചു കിട്ടത്തില്ല. 2 ലക്ഷം രൂപയാണ് സെക്യൂരിറ്റി ഫീസ്. അപ്പോൾ സാർ എനിക്കൊരു കോളേജിൽ കിട്ടി, അപ്പോൾ ഈ ഫീസ് കുറച്ച് തരുമോ? അങ്ങനെയല്ല, ഇത് നിങ്ങൾക്ക് വേറെ തന്നെ പൈസയാണ്. ഇത് തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. നിങ്ങളിപ്പോൾ 2 ലക്ഷം കൊടുത്ത് അടച്ചു, ഡീംഡ് യൂണിവേഴ്സിറ്റി കിട്ടി, അവിടെ ഇനിയിപ്പോൾ 20 ലക്ഷമാണ് ഫീസ്. അപ്പോൾ 18 ലക്ഷം അടച്ചാൽ മതിയോ? പോരാ, 20 ലക്ഷം തന്നെ അടയ്ക്കണം. ഇത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന പൈസയാണ്. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് തിരിച്ചു വരുന്നത് ഒറിജിനൽ സോഴ്സിലേക്കായിരിക്കുമടാ. അതായത് നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്തു, ആർക്ക്? MCCയിലേക്ക് അടച്ചു. അങ്ങനെയാണെങ്കിൽ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടുത്തുന്ന ഒന്നും ചെയ്തിട്ടില്ല, സീറ്റ് കിട്ടിയിട്ട് പോവാതിരിക്കുക, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു വരും. പക്ഷേ നിങ്ങളിത് വല്ല അക്ഷയെന്നൊക്കെയാണ് ചെയ്തതെന്ന് വിചാരിക്കുക. ഈ പൈസ അക്ഷയക്കാർക്കാണ് പോകുക. അത് എന്നോ ആണ് പോവുക. ഈ കൗൺസിലിംഗ് പ്രോസസ് എല്ലാം കഴിഞ്ഞു, അപ്പോൾ ഡിസംബറൊക്കെ ആവും ചിലപ്പോൾ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അക്ഷയയിൽ കയറി ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചിലപ്പോൾ അവർ കാണിച്ചു തരുമോ? നമുക്ക് അറിഞ്ഞൂടാ. ഏറ്റവും സേഫ് സ്വന്തം കയ്യിൽ നിന്ന് മാത്രം പൈസ കൊടുക്കുക. ആ അക്കൗണ്ട് കൗൺസിലിംഗ് പ്രോസസ്സ് തീരുന്നവരെ ആക്റ്റീവാണെന്നും ആ അക്കൗണ്ട് ക്ലോസ് ആയില്ലെന്നും ഉറപ്പ് വരുത്തുക. അതിലൊരു വിട്ടുവീഴ്ച എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ വരുത്താൻ പാടില്ല. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി എന്താണ് ചോയ്സ്? എനിക്കൊരു കോളേജ് ഇഷ്ടമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കോളേജ് ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ട്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഉണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഞാൻ ഈ കോളേജുകൾക്കൊക്കെ എന്ത് ചെയ്യാണ്, എൻ്റെ ഒരു പ്രിഫറൻസ് ഓർഡർ കൊടുക്കുക. ഇപ്പോൾ എനിക്ക് കോഴിക്കോട് ആദ്യം വേണം, എനിക്ക് രണ്ടാമതാണ് തിരുവനന്തപുരം, എനിക്ക് കോട്ടയം മൂന്നാമത്, പിന്നെ 4ാമതാണ് തൃശ്ശൂർ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതിൽ എൻ്റെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഓരോ കോളേജുമാണ്. ഇത് ഞാൻ വെച്ച ഓർഡറിനെയാണ് നമ്മൾ പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജ്. ഏറ്റവും ഇഷ്ടമുള്ള കോളേജിനെ നമുക്ക് തരണമെന്നില്ല, നമ്മുടെ റാങ്ക് വെച്ച് സോഫ്റ്റ്വെയർ നോക്കും. ഓക്കെ, ഈ കുട്ടിക്ക് ഈ കോഴിക്കോട് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ അടുത്ത് നോക്കും, തിരുവനന്തപുരം കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കോട്ടയം കൊടുക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. തൃശ്ശൂർ കൊടുക്കാൻ പറ്റുമോ? പറ്റും, കൊടുക്കും. ഇനി ഈ കുട്ടിക്ക് കോഴിക്കോട് കിട്ടുന്ന കുട്ടിയാണെന്ന് വിചാരിക്കുക, നല്ല റാങ്കുള്ള കുട്ടിയാണ്, കോഴിക്കോട് കിട്ടും. കേരളത്തിലെ തന്നെ 1 ഓഫ് ദ ബെസ്റ്റ് കോളേജാണ് കോഴിക്കോടും തിരുവനന്തപുരം, അത് കിട്ടും. എന്നാലും അയാൾ ഒന്നാമതായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വെച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ ഏത് കോളേജാണ് കിട്ടുക? അയാൾക്ക് മഞ്ചേരിയാണ് കിട്ടുക. അപ്പോൾ ഞാൻ പറയണത്, എൻ്റെ നാട് മഞ്ചേരിയാണ്, അപ്പോൾ എനിക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജ് മതി എന്നൊരാൾ പറഞ്ഞിട്ട് അയാൾ അവിടെ കൊണ്ടുവച്ചാൽ ഓക്കെ. ഇപ്പോൾ കേരള റാങ്ക് 1 ആൾ അല്ലെങ്കിൽ കേരള റാങ്ക് 10 ആൾ പറയുകയാണ് എൻ്റെ നാട് മഞ്ചേരി, എനിക്ക് മഞ്ചേരി മതി, എനിക്ക് കോഴിക്കോട് വേണ്ടെന്ന് ഒരുത്തൻ പറയുകയാണെങ്കിൽ അപ്പം മഞ്ചേരി ഒന്നാമത് കൊണ്ടുവച്ചാൽ മതി, അവന് കിട്ടും. അപ്പോൾ സോഫ്റ്റ്വെയർ ഒരിക്കലും പറയില്ല അയ്യോ കോഴിക്കോടല്ലേ നല്ല, എന്തിനാ മഞ്ചേരി എടുത്താൽ കോഴിക്കോട് എടുത്തോന്ന് പറയില്ല. സോഫ്റ്റ്വെയറിന് അങ്ങനെ വികാരങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്താണോ അവിടെ വെച്ചത് അതേ സോഫ്റ്റ്വെയറിന് അറിയുള്ളൂ. അതുകൊണ്ടാണ് എനിക്കൊക്കെ BDS ഇട്ട് തന്ന് മണ്ടത്തരം പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ചോയ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ തന്നെ കൊടുക്കുക, വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക. മിസ്റ്റേക്ക് പറ്റിയ ആളെന്ന നിലയിൽ നിങ്ങളോടത് പറയാനുള്ള എല്ലാ ബാധ്യത എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോയ്സ് നല്ലവണ്ണം നോക്കിയിട്ട് മാത്രം കൊടുക്കുക. എങ്ങനെ സാറേ ചോയ്സ് ഉണ്ടാക്കാം, നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഓൺലൈൻ കാണുന്ന എല്ലാം വിശ്വസിക്കരുത്. നിങ്ങളൊരു ഡോക്ടറോടെങ്കിലും മിനിമം ചോദിക്കുക, അവിടെ പഠിച്ച വിദ്യാർത്ഥിയോടെങ്കിലും ചോദിച്ചിട്ട് മാത്രമേ ലിസ്റ്റ് ഉണ്ടാക്കാൻ പാടുള്ളൂ. കാരണം മെഡിക്കൽ കോളേജിൽ പഠിക്കാത്ത, മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാത്ത ഒരാൾക്കും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവില്ല എന്നുള്ളതാണ്. കോളേജിൻ്റെ ഓൺലൈനുള്ള ഗൂഗിളിലെ റേറ്റിംഗ് മാത്രം നോക്കിയിട്ടൊന്നും നമുക്ക് ചോയ്സ് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുക എങ്ങനെയുണ്ട് ക്ലാസ് നടക്കുന്നുണ്ടോ, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, ഹൗസ് സർജൻസി സമയത്ത് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് നല്ലോണം ചെയ്യാൻ തരുന്നുണ്ടോ, ഹാൻഡ്സ് ഓൺ കിട്ടുന്നുണ്ടോ, OPയിൽ പേഷ്യൻസ് ഉണ്ടോ, എങ്ങനെയുണ്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം തീരുമാനിക്കാം. നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. ഇനി ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇങ്ങനെ ഒരു പ്രിഫറൻസ് ലിസ്റ്റ് കൊടുത്തു. ഓക്കെ, എനിക്കിതിലൊരു മാറ്റവും വരുത്താനില്ല എന്ന് പറഞ്ഞ് ഞാനിതിനെ ലോക്ക് ചെയ്യണം. നിങ്ങൾ സ്വയം ലോക്ക് ചെയ്തില്ലെങ്കിൽ സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ലോക്കാവും. പക്ഷേ ലോക്ക് ചെയ്താൽ പിന്നെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ മഞ്ചേരി വെച്ച് കോഴിക്കോട് ഇങ്ങനെ വെച്ചുകൊണ്ട് ലോക്ക് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ വന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ് അടിപൊളി, പിന്നെ മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ലോക്ക് ചെയ്താൽ നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് മെയിലായിട്ട് വരും. അങ്ങനെ മെയിലായിട്ട് വന്ന ഓപ്ഷനാണ് ഞാൻ പോയി എടുത്ത് നോക്കിയത്. അപ്പോഴാണ് അതിൽ BDS കണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്കുള്ള തെളിവാണ്, നിങ്ങൾ ചെയ്തത് എന്ത് അതിൽ കാണാം. അതാണ് സംഭവം. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലോക്കിംഗ് അതാണ്. സീറ്റ് അലോട്ട് ചെയ്താൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസുമായിട്ട് പോകണം. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഞാൻ ലാസ്റ്റിൽ പറയാം. അതിൻ്റെ പേരാണ് റിപ്പോർട്ടിംഗ്. ഞാൻ കോളേജിൽ പോകുന്നു, എനിക്ക് ചേരാൻ സമ്മതമാണ്, അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ പേരാണെന്ത്, റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അത് ഫിസിക്കലി പോകണം, വിളിച്ചിട്ടൊന്നും കാര്യമില്ല, അവിടെ പോകണം.
ട്രെയിൻ ആണെങ്കിൽ ട്രെയിൻ, ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റ് കയറി പോകണം. പിന്നെ എങ്ങനെയാണ് നടക്കണമെന്നുള്ളതാണ് ഇനി നിങ്ങളോട് ഞാൻ എന്ത് ചെയ്യാൻ പോണത്, ഷെയർ ചെയ്യാൻ പോണത്. അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് വളരെ ബേസിക്കായിട്ട് പറയുകയാണ് കേട്ടോ. അതായത് റൗണ്ട് 1ലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാണ്, റൗണ്ട് 1ൽ രജിസ്റ്റർ ചെയ്തു. നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, പൈസ ഒക്കെ അടച്ചു. നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, പൈസ ഒക്കെ അടച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റൗണ്ടിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കണം. ഇന്ത്യയിലെ മാക്സിമം ഓപ്ഷൻസ് തന്നെ കൊടുക്കുക കേട്ടോ. അല്ലാതെ ഏതോ നല്ല കോളേജ് മാത്രം കൊടുത്തു എന്നാൽ കിട്ടത്തില്ല. എല്ലാ ഓപ്ഷൻസും കൊടുത്ത ഒരാൾക്ക് എന്ത് ചെയ്യാണ്, സീറ്റ് കിട്ടിയോ നോക്കുക. നമുക്ക് അലോട്ട്മെൻറ്റ് വന്നപ്പം 2 പോസിബിലിറ്റിയാണ്. ഒന്ന് സീറ്റ് കിട്ടി, ഒന്ന് സീറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്താ സംഭവിക്കാൻ നോക്കാം. സീറ്റ് കിട്ടിയ ആൾക്ക് ഇവിടെ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്. അയാൾ പറയാണ് എനിക്ക് ഈ സീറ്റ് മതി. ഓക്കെ, അപ്പോൾ അയാൾ ആ കോളേജിൽ എന്ത് ചെയ്യാണ്, ജോയിൻ ചെയ്യാണ്. അയാൾക്കിനി മേലെയുള്ള കോളേജൊന്നും വേണ്ട, അയാൾക്കിത് മതി. എന്നാൽ വേറെ ഒരാൾ കോളേജിൽ ജോയിൻ ചെയ്യാണ്. പക്ഷെ അയാൾക്ക് ഇതിലും നല്ല കോളേജ് അടുത്ത റൗണ്ടിൽ കിട്ടുമോ എന്ന് നോക്കണം. അപ്പോൾ അയാൾ എന്ത് പറയാണ്, അപ്ഗ്രേഡ് ചെയ്യാൻ പറയാണ്. അപ്ഗ്രേഡ്. ഇനി വേറൊരാൾക്ക് ഈ കോളേജ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, ജോയിൻ ചെയ്യാതിരിക്കുകയാണ്. ഇങ്ങനെ 3 പോസിബിലിറ്റി ഉണ്ട് അല്ലേ. സീറ്റ് കിട്ടിയാൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഈ കോളേജ് വേണ്ട, കുറച്ചുകൂടി നല്ല കോളേജ് വേണമെന്ന് പറയാം. അതല്ലെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കാം. ഈ 3 പേർക്കും റൗണ്ട് 2ൽ ഇവർക്കും റൗണ്ട് 2ൽ പങ്കെടുക്കാം. കോളേജ് മതിയെങ്കിൽ പിന്നെ അടുത്ത റൗണ്ടിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കോളേജ് മതിയാവാത്തവർക്കും കോളേജ് കിട്ടിയിട്ട് നല്ല കോളേജ് കിട്ടുമോ എന്ന് നോക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ എങ്ങോട്ട് പോകാം, റൗണ്ട് 2ലേക്ക് പോകാം. പിന്നെ റൗണ്ട് 2ലേക്ക് വേറെ ആരും ഉണ്ടാകും, സീറ്റ് കിട്ടാത്തവരും ഉണ്ടാകും. മനസ്സിലായില്ല. അപ്പോൾ സീറ്റ് കിട്ടാത്തവർ നേരെ റൗണ്ട് 2ലേക്ക് പോകും, അടുത്ത റൗണ്ടിലേക്ക്. അവരൊന്നും കൂടി രജിസ്റ്റർ ചെയ്യാൻ പൈസ അടയ്ക്കുകയൊന്നും വേണ്ട. റൗണ്ട് 1ൽ സീറ്റ് കിട്ടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി അതെങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുക, കോളേജിൽ പോകണം. കോളേജിൽ പോയിട്ട് പറയണം ഞാൻ അഡ്മിഷൻ എടുക്കുന്നുണ്ട്, എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെ പറഞ്ഞാലേ ഇതാവുള്ളൂ. കോളേജ് കിട്ടിയിട്ട് അവിടെ മിണ്ടാതിരുന്നാൽ നിങ്ങൾ ഇതിലാണ് വിടുക. കോളേജ് കിട്ടിയിട്ട് നിങ്ങൾ അവിടെ പോകാതിരുന്നാൽ നിങ്ങൾ ഇതിലാണ് വിടുക. ഡോണ്ട് ജോയിൻ ചെയ്യാത്ത ആളാണ്. നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് പറയണം എനിക്കിത് മതി, അപ്പം ഞാൻ എൻ്റെ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ സീറ്റ് കിട്ടിയാലോ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, റൗണ്ട് 2ലെത്തുവാണ്. ഇനി റൗണ്ട് 2ലേക്ക് വരികയാണെങ്കിലോ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, സീറ്റ് ഒന്നെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടും. സീറ്റ് കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. നമ്മൾ നേരെ റൗണ്ട് 3ലേക്ക് പോകും. അതിൽ വലിയ സംശയങ്ങളൊന്നും ആർക്കും ഇല്ലല്ലോ. സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് നമുക്ക് സീറ്റ് കിട്ടി, നമ്മൾ ജോയിൻ ചെയ്തു, നമുക്ക് ഈ കോളേജ് മതി എന്നാണെങ്കിൽ നമ്മുടെ അലോട്ട്മെൻറ്റ് അതോടെ തീർന്നു, വലിയ പ്രശ്നങ്ങളില്ല. നമുക്ക് സീറ്റ് കിട്ടിയിട്ട് നമ്മൾ ഡോണ്ട് ജോയിൻ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെട്ടു. മനസ്സിലായോ? ഇനി നിങ്ങൾ റൗണ്ട് 3ലേക്ക് കയറണമെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി രജിസ്റ്റർ ചെയ്യണം, ഒന്നും കൂടി പൈസ അടയ്ക്കണം, എന്നിട്ട് ഒന്നും കൂടി എന്ത് ചെയ്യണം, സെക്യൂരിറ്റി ഫീസൊക്കെ അടയ്ക്കണം. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ട് നിങ്ങളവിടെ പോയി ജോയിൻ ചെയ്തു, എന്നിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നും കൂടി അപ്ഗ്രേഡുള്ള ചാൻസ് ഉണ്ട് മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് 3ലെത്താം. ഇനി ഇതിലൊന്നും ഒരുത്തൻ കിടന്നുറങ്ങിയിരുന്നു, റൗണ്ട് 1ലും ഒന്നും ചെയ്തില്ല, റൗണ്ട് 1 രജിസ്റ്റർ ചെയ്യാത്ത പുതിയ ഒരുത്തൻ വന്നിട്ട് വേണമെങ്കിൽ അവനെന്ത് ചെയ്യാം, പുതുതായിട്ട് എന്ത് ചെയ്യാം, ന്യൂ രജിസ്ട്രേഷനും നടത്താം. ഓക്കെ, മനസ്സിലായോ? ന്യൂ രജിസ്ട്രേഷൻ നടത്താം. ഇങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ റൗണ്ട് 3ലേക്ക് എത്തും. മനസ്സിലായോ? അപ്പോൾ ഈ റൗണ്ട് 3ലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. റൗണ്ട് 3ലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയോ നോക്കാം. സീറ്റ് കിട്ടാത്ത ആളാണെന്ന് വിചാരിക്കുക. സീറ്റ് കിട്ടാത്ത ആളാണെങ്കിൽ അയാളാണ് സ്ട്രേ വേക്കൻസി റൗണ്ടിലേക്ക് പോവുക. അയാളാണ് പോകുക. സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ പോസിബിലിറ്റിയാണ്? നിങ്ങളൊന്നെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് റൗണ്ട് 3ൽ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാതിരിക്കാം. മനസ്സിലായോ? ജോയിൻ ചെയ്യാതിരിക്കാം. സീറ്റ് കിട്ടാത്തവർക്ക് ഈ ഇതിലേക്ക് പരിഗണന ഉണ്ടാവുള്ളൂ. ജോയിൻ ചെയ്യാതെ ഇവിടുന്ന് എക്സിറ്റ് ആയവർക്ക് എന്തുണ്ടാവില്ല, സ്ട്രേ വേക്കൻസിയിൽ പരിഗണന ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ പഴയ ബ്രോഷറിൽ കാണുന്നത്. ഈ പുതിയതിലൊന്നും ചേഞ്ച് ഉണ്ടോ നമുക്ക് വരുമ്പോൾ നോക്കാം. അതായത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടി. ജോയിൻ ചെയ്തില്ല, നിങ്ങൾ എക്സിറ്റ് ആയി, നിങ്ങളുടെ പൈസ പോയി, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോയി.
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെട്ടു, മനസ്സിലായോ? സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെട്ടു. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെട്ടു. സോറി, ഡോക്ടർമാരെ ഹാൻഡ് റൈറ്റിംഗാണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ സീറ്റ് കിട്ടിയില്ല, സ്ട്രേ വേക്കൻസിയിലേക്ക് പോയി. സ്ട്രേ വേക്കൻസിയിൽ നിങ്ങൾക്ക് എന്താ 2 പോസിബിലിറ്റി ഉള്ളൂ മക്കളെ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ സീറ്റ് കിട്ടാം, അല്ലെങ്കിൽ സീറ്റ് കിട്ടാതിരിക്കാം. സീറ്റ് കിട്ടിയാൽ അത് എടുക്കാതിരുന്നാൽ നല്ല 8ൻ്റെ പണിയാണ്. 1 വർഷത്തേക്ക്, അതായത് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ഡോണ്ട് ജോയിൻ ആണെങ്കിൽ 1 ഇയർ നീറ്റ് ബാനാണ്. 1 ഇയർ നീറ്റ് ബാനാണ്. നീറ്റ് ബാൻ ഇപ്പോൾ നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. സ്ട്രേ വേക്കൻസിയാണ്, അതായത് ഏറ്റവും അവസാനത്തെ റൗണ്ട് വരെ എത്തിയിട്ട് അതിൽ സീറ്റ് കിട്ടിയിട്ട് ജോയിൻ ചെയ്യാതിരുന്നാൽ 1 ഇയർ നീറ്റ് ബാൻ ഉണ്ട്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ റൗണ്ട് 3 സീറ്റ് കിട്ടിയില്ല, സ്ട്രേ വേക്കൻസിയിലേക്ക് പോയി, മോപ്പപ്പ് റൗണ്ടിലേക്ക് പോയി. റൗണ്ട് 3 സീറ്റ് കിട്ടി, ജോയിൻ ചെയ്തു, നോ പ്രോബ്ലം. പക്ഷേ ജോയിൻ ചെയ്തിട്ട് പിന്നെ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. പിന്നീട് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. ജോയിൻ ചെയ്ത് നിങ്ങൾ എക്സിറ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഫീസ് എന്ത് ചെയ്യണം? നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ എക്സിറ്റ് ചെയ്തവർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? റെഡി അല്ലേ? ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഒരു ബേസിക് ഐഡിയ. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഇടയിലൂടെ ഒക്കെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ആക്കാൻ ഇവിടെ കേരള സ്റ്റേറ്റ് റൗണ്ട് 1 നടക്കും, ഇവിടെ എത്തുമ്പോഴോ കേരള സ്റ്റേറ്റിൻ്റെ റൗണ്ട് 2 നടക്കും, ഇവിടെ എത്തുമ്പോൾ റൗണ്ട് 3 നടക്കും. അപ്പം ഇവിടുത്തെ റൗണ്ട് 2 സീറ്റ് എടുത്ത ഒരാൾക്ക്, ഇതായത് ഈ 2 പോസിബിലിറ്റി എടുത്തവർക്ക് കേരളത്തിൽ സാധ്യത ഉണ്ടാവില്ല. ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷൻ വരാനുണ്ട്. അതൊക്കെ ഒരു അവസ്ഥ തന്നെയാണ്. ഞാൻ പണ്ട് അതിൻ്റെ പേരിൽ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, മിഡിൽ റാങ്ക് ഡിലെമ എന്നൊക്കെ പറഞ്ഞ്. അതായത് കേരളത്തിൽ സീറ്റ് കിട്ടിയിട്ടുമില്ല, ഓൾ ഇന്ത്യയിൽ സീറ്റ് കിട്ടുകയും ചെയ്തു, പക്ഷേ അടുത്ത റൗണ്ടിൽ കേരളത്തിൽ സീറ്റ് കിട്ടും. അപ്പോൾ ഓൾ ഇന്ത്യയിൽ കിട്ടിയ സീറ്റ് കളഞ്ഞിട്ട് കേരളത്തിൽ കിട്ടാത്ത സീറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥയൊക്കെ നിങ്ങളുടെ മുന്നിൽ വരും. അതൊക്കെ വരും. നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സമയമുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ ഉഷാറാക്കും ഈ കാര്യം. ഓക്കെ, മുന്നോട്ട് പോവാണ്. ഡോക്യുമെൻറ്റ്സിനെ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഞാൻ ഇത് വായിച്ച് സമയം കളയുന്നില്ല. നമുക്ക് നോക്കാം. നീറ്റ് അഡ്മിറ്റ് കാർഡ്, റിസൾട്ട്, സർട്ടിഫിക്കറ്റുകളൊക്കെ വേണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് 8 എണ്ണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിലുള്ളത് തന്നെ വേണമെന്ന് പറയുന്നത്. നീറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, കാറ്റഗറി, PWD, ഡൊമിസൈൽ, ഗ്യാപ്പ്, ബോണ്ട്, സ്കൂളിൽ നിന്നുള്ള TC, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ വേറെ എന്തെങ്കിലും ഡിഗ്രി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണം. ഓക്കെ, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, ഞാനിങ്ങോട്ട് മാറിയേക്കാം. ദീസ് ആർ ദ ഡോക്യുമെൻറ്റ്സ് ദാറ്റ് യു നീഡ്. ഓക്കെ.